മന്ത്രിയുടെ വാക്കും നമ്മുടെ റോഡ് നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് ആഴ്ചകളേറെ. ആളുകൾ കുഴിയിൽ വീഴുന്നത് പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ല. ആലുവ പെരുമ്പാവൂര് പ്രൈവറ്റ് റൂട്ടിൽ കൂടി യാത്ര ചെയ്യാൻ ആളുകൾക്ക് ഭയമാണിപ്പോൾ. കഴിഞ്ഞ ദിവസം ചൂണ്ടിയിൽ വെച്ച് പുക്കാട്ടുപടി സ്വദേശികളായ നൌഷാദ്, ഭാര്യ സുനിത ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യവേ നൌഷാദിന്റെ കാലിനും ശരീരത്തെ പലയിടങ്ങളിലും പരിക്കേറ്റു. ഭാര്യ സുനിതയുടെ ഇടത് കൈ ഒടിയുകയും ചെയ്തു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി പേരാണ് ഈ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തില് നെഞ്ച് തല്ലി മുഖം തല്ലി വീണു കുഴിയിൽ ചാടിയതാണ്. ചൂണ്ടി, ആലുവ ചൂണ്ടി. അദ്ദേഹത്തിന്റെ വൈഫ് കൈക്ക് പെരുമഴയെ പോലും വകവെക്കാതെ ആലുവ ക്ലീൻ സിറ്റി പ്രവർത്തകർ റോഡിലെ കുഴിയിൽ ചേമ്പ് തൈ നട്ട് പ്രതിഷേധിച്ചു. വലിയൊരു കുഴിയാണത്. രാജഗിരി ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ ആംബുലൻസുകൾ ചീറിപ്പായുന്ന ഈ വഴിയിലാണ് ഈ ഒരു അപകടത്തിൽ രൂപപ്പെട്ടത്. ഇതിനു മുമ്പ് 2-3 പേര് ഇവിടെ ആക്സിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ PWD നമ്മുടെ സർക്കാരോ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇതിനെന്തായാലും ഒരു പരിഹാരം കിട്ടുന്നത് വരെ ഞങ്ങൾ സമരമുറകളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെന്തായാലും പരിഹാരം കിട്ടിയേ പറ്റും. ഈ ഒരു കുഴിയെ കുറിച്ച് മാത്രം പ്രതിപാദിച്ചിട്ട് കാര്യമില്ലെങ്കിൽ പോലും നിലവിലെ പ്രതിസന്ധി കണക്കാക്കി നമ്മൾ ഈ ഒരു കുഴിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ ആലുവ പെരുമ്പാവൂർ റൂട്ടിലെ ചൂണ്ടി ജംഗ്ഷനിന് മുൻപായിട്ട് ഏകദേശം ഒരു 6ഓളം കുഴികളും മരണക്കുഴിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ പിഞ്ചു കുഞ്ഞു വീണ് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി. ഞാൻ തന്നെ അനുഭവസ്ഥയാണ്. ഈ കുഴിക്ക് ഓപ്പോസിറ്റായിട്ട് പോസ്റ്റിന് കീഴെ ഒരു കുഴി ഉണ്ടായിരുന്നു. 4 വർഷം മുമ്പ് എൻ്റെ 3 വിരലുകളും കാലിൻ്റെ 2 വിരലും പൊടിഞ്ഞ ഒരു കുഴിയാണ് ഞാനത് അനുഭവിച്ചതാണ്. അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ആരും സർക്കാരും നഷ്ടപരിഹാരവും തരണമൊന്നുമില്ല. കുഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, എല്ലാ പറയുന്ന സെസ്സുകളും കാര്യങ്ങളും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് കുഴി വെട്ടിപ്പൊളിക്കാനും മറ്റേ ടേബിളുകാർക്കും അവർക്കും ഉറുക്കും അദാനിക്കും ഒക്കെ കുഴി വെട്ടിപ്പൊളിക്കാൻ അനുവാദം കൊടുത്തിട്ട് ഇതൊക്കെ വെട്ടിപ്പൊളിച്ച് തിരിച്ചടക്കാനുള്ള കാശ് ഈടാക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ജനങ്ങളുടെ ജീവന് സംരക്ഷണം തരാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അത് ചെയ്യാത്തിടത്തോളം കാലം, അത് ഏത് സർക്കാരാണെങ്കിലും, ഞങ്ങളെ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് കൃത്യമായിട്ട് എല്ലാ വകുപ്പുകളും തമ്മിൽ വ്യക്തമായ ആസൂത്രണങ്ങളും ഏകോപനവും ചെയ്ത് വേണം റോഡിൻ്റെ പണികളും കാര്യങ്ങളും ചെയ്യാൻ. മഴക്കാലത്തിന് മുൻപായിട്ട് മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദയവായി PWD മന്ത്രി ശ്രീ റിയാസിനോടും മുഖ്യമന്ത്രിയോടും PWD ഡിപ്പാർട്ട്മെൻറ്റിനോടും പൊതുജനങ്ങളോടും ഞങ്ങളുടെ അപേക്ഷയാണ്. എല്ലാ റോഡിലുള്ള കുഴികളും, എല്ലാ സ്ഥലത്തുള്ള ജീവനും വിലയുണ്ട്, എല്ലാ മനുഷ്യർക്കും വിലയുണ്ട്. ഓരോ കുടുംബത്തിൻ്റെ പ്രതീക്ഷ പ്രത്യാശയാണ് കുഞ്ഞുമക്കൾ, ജോലിക്ക് പോകുന്നവർ, ചെറുപ്പക്കാർ എല്ലാവരും വന്ന് ഈ കുഴിയിൽ വീണ് ചാവണമെന്ന് എന്തെത്ര നേർച്ച. ഞങ്ങളെ രക്ഷിച്ചേ തരൂ, അതല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്കാണ്. അത് കേരളം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ എല്ലാ പ്രദേശത്തുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. കുട്ടിയുടെ മുഖം വികൃതമാവുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ കാല് ഒടിഞ്ഞ് തൂങ്ങി കിടന്നിട്ടാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് രാജഗിരിയിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ മുതിരുകയും ഞങ്ങളുടെ ഈ പ്രവർത്തകർ ഇപ്പം ഇതിലെല്ലാവരും ഉണ്ട്. ആ പ്രവർത്തകരെല്ലാവരും കൂടി ഞങ്ങൾ PWDക്ക് ഒരു പരാതി കൊടുക്കുവാനാണ് ഇവിടെയുള്ള കടക്കാർ, വ്യാപാരി വ്യവസായികളുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം അടക്കം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും ഒരു ഒപ്പുശേഖരണം നടത്തിയിട്ട് ഈ കുഴി മൂടുക. കാരണം മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ റീത്ത് വെക്കാനും വിലപിക്കാനും കരയാനും ഇതിനെതിരെ പറയാനൊക്കെ ഉണ്ടാവും. ആ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു വിഷമവും ബുദ്ധിമുട്ടും മനസ്സിലാകുന്നത്. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എല്ലാവരെയും ഇത് അറിയിച്ച് ചെയ്യുമ്പോൾ നല്ല മഴയത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, കുഴി മൂടുന്നത്. ഇത് താൽക്കാലിക മൂടൽ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ആളുകൾക്കൊരു ഇത് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇത് ശാശ്വതമല്ല. ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ട് PWD ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഞങ്ങൾ അതിൻ്റെതായ രീതിയിലേക്ക് മാറാൻ തന്നെയാണ് തീരുമാനം. ഈ ഭാഗത്ത് പടക്കുറ്റൻ കുഴിയിൽ പെട്ട് ഇരുചക്ര വാഹന യാത്രക്കാർ വീഴുന്നത് പതിവാകുകയാണ്. റോഡിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് വാഹനങ്ങൾ അതിവേഗത്തിൽ ഓടുന്നതും അപകടവും ഭീഷണിയും വേറെ. നല്ല ബ്രൈറ്റ് ലൈറ്റാണ്. അപ്പോൾ അവിടുന്ന് സാധാ സ്പീഡിലാണ് ഇപ്പോൾ ഒരു 40
മാത്രമേ ഉള്ളൂ സ്പീഡ്. അപ്പോൾ കോൺക്രീറ്റ് വണ്ടികളൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ സാധാ പോകുമ്പോൾ പെട്ടെന്ന് എന്താ സംഭവിക്കാൻ അറിയില്ല. ഇതിലേക്ക് വണ്ടിയൊക്കെ ചാടിയിട്ട് വണ്ടിയുടെ ടയർ പൊട്ടിപ്പോയി. ഞങ്ങൾ ഇവിടുന്ന് തീർത്തിട്ട് ദൂരം അങ്ങ് മാറി ഒരു 5 മീറ്റർ മാറിയാണ് അവിടെ ഞങ്ങൾ വീണത്. വൈഫിൻ്റെ കൈക്ക് നല്ലോണം പരിക്കുണ്ട്, കൈക്ക് കാലിനൊക്കെ നല്ല പരിക്കുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറ്റിയില്ല. ഞാൻ ഒറിജിനൽ കാരണം ഹാൻഡിൽ കുത്തിയിട്ട് ഈ ആറാമാരി ഭാഗത്ത് ചെറുതായിട്ട് വേദനയുണ്ട്. അല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല. ഹെൽമെറ്റ് വെച്ചിട്ടുള്ള കാരണം തലയടിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു രക്ഷയുണ്ടായി. കാരണം പിന്നീട് വേറെ ആരും വീഴാതിരിക്കാൻ വേണ്ടി ഞാനതൊരു കൊണ്ട് വെച്ചായിരുന്നു രാത്രി. അതിപ്പോൾ പോയി. പിന്നെ ഇപ്പോൾ രാവിലെ സംഭവം ഇതാണ്. ഇപ്പോൾ തിരക്കുള്ള റോഡിലായതുകൊണ്ട് ഇനി ഇപ്പോൾ ഞാനടക്കം ഇപ്പോൾ 8 പേര് വീഴുമെന്നാണ് കേൾക്കുന്നത്. ഞാൻ ഇനി 9ാമത് ആൾ വീഴാതിരിക്കാനുള്ള പരിപാടി എന്തെങ്കിലും ഇവിടെ ചെയ്യുക. അല്ലാതെ വേറെ രക്ഷയില്ല. ഞാനൊരു ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ്. ആംബുലൻസ് ഡ്രൈവർ ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ആരും വീഴാതിരിക്കാൻ വേണ്ടി അവിടെ ഞാൻ വീണതിന് ശേഷവും ഇവിടെ ഞാൻ വേറെ ആരും വീഴാതിരിക്കാൻ വേണ്ടി കുറച്ച് ചപ്പും അതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ചൂണ്ടി ദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ആളെ കൊല്ലി കുഴിയാണ് ഈ റോഡിൻ്റെ സെൻറ്ററിലല്ല സൈഡിലായിട്ട് ഒരാൾ ഇറങ്ങിപ്പോയാൽ അറിയില്ല. അത്രയും വലിയൊരു കുഴിയാണ് ഇത് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ചെറിയൊരു കുഴിയായിരുന്നു. അത് മണ്ണിട്ട് നിരത്തി ഒരുവിധം നല്ല രൂപത്തിൽ വരും. പിന്നെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി ഇവിടുത്തെ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് മൂടും, മെറ്റൽ പൊടി ഇട്ട് മൂടി. അത് നല്ല മഴയും വെയിലും വരുമ്പോൾ നല്ല മഴയത്ത് വെള്ളം ഒഴുകി വരുമ്പോൾ അത് ഒഴുകിപ്പോകും. അപ്പോൾ ഇത് എത്ര നാളിതിങ്ങനെ പോകും? ഇപ്പം ഞങ്ങളിന്ന് രാവിലെ മുതലോടെ നിൽക്കുന്നുണ്ട് ആ കുഴിയിൽ ആരും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ആളുകൾ വീണ് ഇന്നുവരെ ആരും മരണപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി മരണം കാത്തിട്ടാണോ ഇതിലെ ആളുകൾ, അതായത് PW ഇതിൻ്റെ ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് എങ്കിൽ അതിലേക്ക് എത്തിക്കാതെ ഇതിന് പെട്ടെന്നൊരു ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ അതിലേക്ക് തുനിഞ്ഞിറങ്ങണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ റോഡിലൊരു വെട്ടമോ അതിനൊരു സ്ട്രീറ്റ് ലൈറ്റോ ഇല്ല. അതിൻ്റെ പേരിൽ തന്നെ അപകടങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും എല്ലാവരും കൂടി ഒരു താൽക്കാലികമായിട്ട് വീണ്ടും ഒന്ന് മൂടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് തൊഴിലുകളുള്ളതാണ്. ഞങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുക എന്നുള്ളത് എന്തായാലും സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് വണ്ടികൾ വീഴാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു നിൽക്കുന്നത് എന്നല്ലാതെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ലല്ലോ, അതൊരു ശാശ്വത പരിഹാരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുഴി മൂടാനുള്ള ഒരു മരണസംഖ്യ കുറക്കാനും അപകട സാധ്യത കുറക്കാനുമുള്ള ഒരു ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും സ്ഥിരമായി അപകടത്തിൽപ്പെടുകയാണ്.